ഹലോ നമസ്കാരം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ സിസ്റ്റമാണ്. മാത്സിലേക്കുള്ള എൻട്രി ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം. ഒരുപാട് ബേസിക് കൺസെപ്റ്റ്സ്, ഉദാഹരണത്തിന് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബേസിക് കൺസെപ്റ്റ്സ് വരുന്ന ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം. അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മാത്സിൻ്റെ ബേസിക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൺസെപ്റ്റ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്പർ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്, ട്വിൻ പ്രൈംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിൽ ഈ നമ്പറുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമുക്കുള്ളതെന്ന്. ഫസ്റ്റ്, റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? എല്ലാ നമ്പറുകളും റിയൽ നമ്പറുകളാണ്. ഇമാജിനറി അല്ലാത്ത എല്ലാ നമ്പറുകളും റിയൽ നമ്പറുകളാണ്. ഒരു നമ്പർ ഇമാജിനറി ആവുന്നത് എപ്പോഴാണ്? ഒരു നമ്പർ ഇമാജിനറി ആവുന്നത് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോഴാണ്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് -1 എപ്പോഴാണോ ഉള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് റൂട്ട് ഓഫ് -6, ഈ റൂട്ട് ഓഫ് -6നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് 6 എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ ഒരു നമ്പർ, അതായത് ഏത് നമ്പറിന്റെ കൂടെയാണോ റൂട്ട് ഓഫ് -1 ഉള്ളത് ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ. ഇമാജിനറി അല്ലാത്ത നമ്പറുകളെല്ലാം എന്താണ്? റിയൽ നമ്പറുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 5 ഒരു റിയൽ നമ്പറാണ്, √3 ഒരു റിയൽ നമ്പറാണ്, 5/2 - √3 ഒരു റിയൽ നമ്പറാണ്. ഇതൊരു റാഡിക്കൽ ഫോർമാറ്റ് ആണ്, എങ്കിൽ പോലും അത് റിയൽ നമ്പറാണ്. സോ ഓൾ അതർ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇമാജിനറി നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് നമ്മളൊരു ഇൻഡിക്കേഷൻ കൊടുക്കാറുണ്ട്, i. റൂട്ട് ഓഫ് -1 ഈസ് നോൺ ആസ് i. 11th 12th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. i റൂട്ട് ഓഫ് -1, iota i² -1 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സോ i വരുന്ന നമ്പറുകളാണ് എന്ത്? ഇമാജിനറി നമ്പറുകൾ. i ഇല്ലാത്ത നമ്പറുകളെല്ലാം എന്താണ്? റിയൽ നമ്പറുകളാണ്. ഉദാഹരണത്തിന് 2.48623 അതും എന്താണ്? റിയൽ നമ്പറാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് റിയൽ നമ്പർ. അടുത്ത നാച്ചുറൽ നമ്പർ മീൻസ് എന്താണ്? നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അത് എപ്പോഴാണ് ഡിറൈവ് ആയതെന്നോ അതെങ്ങനെയാണ് ഉണ്ടായതെന്നോ നമുക്കറിയില്ല. നമുക്ക് മുന്നേ കിട്ടിയതാണ്, നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ നമ്പേഴ്സ് ആണ് ഇത് നാച്ചുറൽ നമ്പേഴ്സ്. ഉദാഹരണത്തിന് 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. ഈ കൗണ്ടബിൾ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത്. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. 0 നമ്മൾ കണ്ടുപിടിച്ചതാണെന്നറിയാലോ, 0 നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് മീൻസ് 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 0, 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അത് എന്താവും? ഹോൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവും. ഇൻഡിജേഴ്സ്. അടുത്ത നമ്പേഴ്സ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ -∞ ടു +∞ കൗണ്ടബിൾ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. -∞, -5, -4, -3, -2, -1, 0, 1, 2, 3 etc. up to infinity. All these countable numbers are known as integers. So -∞ to +∞ countable numbers ആണ് എന്ത്? ഇൻഡിജേഴ്സ്. അടുത്ത നമ്മുടെ വരുന്നത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സുമാണ്. റാഷണൽ നമ്പേഴ്സ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതായത് p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളാണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. സോ ഏത് നമ്പറിനെയാണ് p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് 10.5. 10.5നെ നമുക്ക് 105 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാമല്ലോ. ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ ദാറ്റ് മീൻസ് ഈ 10.5നെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? p/q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് എ റാഷണൽ നമ്പർ. ചില നമ്പറുകളെ നമുക്ക് p/q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ടത് ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ p/q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ p/q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയണം. നിങ്ങൾ ഇടയ്ക്ക് ഓരോന്നിൻ്റെയും ഇടയിൽ പിന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുത്തോണേ. ഇപ്പം നമ്മൾ ഇവിടെ അല്ലാതെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നോട്ട് ചെയ്തെടുത്തോണം. സോ നമുക്ക് ഏത് നമ്പറിനെ
ഒരു നമ്പറിനെ എങ്ങനെ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 10.33 നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് റിമൂവ് ആയി കിട്ടുമല്ലോ. 10.33 ഡിവൈഡഡ് ബൈ 100 പോയിന്റ് റിമൂവ് ആയി കിട്ടും. അത് എന്ത് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങളുടെ ഞാൻ പറയാണ് 10.3333 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിനെ എനിക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. 10.333 അപ് ടു ഇൻഫിനിറ്റിനെ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാമല്ലോ. സോ ഈ എക്സിനെയാണ് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് സിമ്പിൾ ആയിട്ടും 10x ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്ത് വരുമെന്ന്. 10x ഒന്ന് ചെയ്ത് നോക്കിയാൽ 10 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 103.3333 അപ് ടു ഇൻഫിനിറ്റി എന്ന് വരുമല്ലോ ഇത്. സോ നമുക്ക് എക്സിനെ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ 10x കണ്ടുപിടിച്ചു. സോ ഇതിനെ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു, ഇതിനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ആദ്യത്തെ ഇക്വേഷനെ കുറച്ച് കഴിഞ്ഞാൽ 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ 10x - x എന്ത് വരും? 9x എന്ന് വരത്തില്ലേ? 10x - x 9x. 103.333 up to infinity minus 10.333 up to infinity. കറക്റ്റ് അല്ലേ? സോ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാണ്. സോ ദാറ്റ് മീൻസ് ഈ പോയിന്റിന് ശേഷമുള്ള 333 up to infinity 333 up to infinity കട്ടായി പോകുമല്ലോ. പോയിന്റിന് ശേഷം എന്തുണ്ടോ അത് കട്ടായി പോകും. 103 - 10 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 93 എന്ന് വരും. സോ x is equal to 9x is equal to എന്ത് വരും? 93 എന്ന് വരും. 9x is equal to 93. That means x is 93/9. മുകളിലേക്ക് എഴുതുകയാണ്. x is 93/9. 3 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 31 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ എക്സിനെ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയല്ലോ. സോ നമുക്ക് ഒരു ഇൻഫിനിറ്റി അപ് ടു ഇൻഫിനിറ്റി റെപ്പറ്റീഷൻ വരുന്ന പോയിന്റിന് ശേഷം അപ് ടു ഇൻഫിനിറ്റി റെപ്പറ്റീഷൻ വരുന്ന ഒരു നമ്പറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി. സോ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം? പോയിന്റിന് ശേഷം വരുന്ന നമ്പേഴ്സ് ആണ് തരുന്നതെങ്കിൽ എത്ര ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ആവുന്നത്, ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ആവുന്നത് നോക്കുക. ഇവിടെ നമ്മുടെ 3 അല്ലേ റിപ്പീറ്റ് ആവുന്നത്. സോ 3 റിപ്പീറ്റ് ആവുന്നു. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ആവുന്നുള്ളൂ. അതായത് 3 മാത്രം വീണ്ടും റിപ്പീറ്റ് ആയി വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇതാണ് എന്ത് P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതി. നമുക്ക് വേറൊരു നമ്പറിനെ P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ അത് നിങ്ങൾ പഴയതിന്റെ നോട്ട് എഴുതി എടുത്തോണേ. ഓക്കെ, സോ P is equal to നമ്പർ തന്നിട്ടുണ്ട്. x is equal to ഈ എക്സിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. x is equal to 10.5353 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം പോയിന്റിന് ശേഷം എന്തുണ്ടോ അത് കട്ടായി പോയാൽ മാത്രമേ നമുക്ക് ആ നമ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ? P/Q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. പോയിന്റിന് ശേഷം എന്തുണ്ടോ അതെല്ലാം എന്തായി പോകണം? കട്ടായി പോകണം. സോ ഇവിടെ നമ്മൾ 100x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. 100x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1053.5353 എക്സെട്ര ടു ഇൻഫിനിറ്റി നിർത്തില്ലേ? സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, ഇവിടെ പോയിന്റിന് ശേഷം എന്താണ്? 535353 എക്സെട്ര ടു ഇൻഫിനിറ്റി. ഇവിടെയും പോയിന്റിന് ശേഷം എന്താണ്? 535353 എക്സെട്ര ടു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ പോയിന്റിന് ശേഷമുള്ള എല്ലാം എന്തായി പോവും? കട്ടായി പോവും. ക്ലിയർ അല്ലേ? നമ്മൾ അഥവാ ഇവിടെ 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഇവിടെ വന്നിട്ട് നിൽക്കും വീണ്ടും. പക്ഷേ ഇവിടെ 0.353535 ആവും. ഇവിടെ 0.535353 നടക്കും. സോ കട്ടായി പോവില്ല അത്. ഓക്കെ, 100x മൈനസ് എക്സ് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? 99x എന്ന് വരും. നമ്മൾ ഇതിൽ നിന്ന് 1053 മൈനസ് 10 എന്ന ആൻസർ വരുമല്ലോ. കാര്യം പോയിന്റിന് ശേഷമുള്ളത് സബ്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോയി. ദാറ്റ് മീൻസ് 1043 എന്ന് വരുമല്ലോ. 99xന്റെ വാല്യൂ 1043. ദാറ്റ് മീൻസ് x ഈസ് 1043 ഡിവൈഡഡ് ബൈ 99. കട്ടായി പോകത്തില്ലല്ലോ ഇത്. 11 കൊണ്ടും കട്ടാവത്തില്ല, 3 കൊണ്ടും കട്ടാവത്തില്ല. സോ ദാറ്റ് മീൻസ് ഇത് ഇങ്ങനെ വെക്കാനേ പറ്റൂ. x is equal to എന്ത് വരും? 10043 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും.
ഇതിനെയും നമുക്ക് പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനെയും നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നതിന്റെ കാര്യം റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മുന്നോട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ കൂടെ തരാം. ഓക്കെ, എക്സ് ഈക്വൽ ടു ഒരു നമ്പർ തന്നിട്ടുണ്ട് 10.586 586 586 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. 1000x ചെയ്യണ്ടേ ഇവിടെ? എന്തിനാ 1000x? 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവുന്നത്. 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് പോയിന്റിന് ശേഷം വീണ്ടും അതേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് 1000x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും നമുക്ക് ഇതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും? പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ ഇപ്പൊ ചെയ്ത രീതിക്ക്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ? ഇതിനെയൊക്കെ നമുക്ക് പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് മീൻസ് ഓൾ ദീസ് നമ്പേഴ്സ് ആർ എന്ത്? റാഷണൽ നമ്പേഴ്സ്. ഓൾ ദീസ് നമ്പേഴ്സ് ആർ വാട്ട്? റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷേ അഥവാ നിങ്ങൾക്ക് പോയിന്റിന് ശേഷം 5 3 4 6 9 2 3 8 9 2 1 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഇതിനെ പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഓരോ നമ്പറിന് ശേഷവും അടുത്ത നമ്പർ എന്ത് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? സോ ആ നമ്പറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല? പി ബൈ ക്യൂ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് നോൺ as what? സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് നോൺ as ഇറാഷണൽ നമ്പേഴ്സ്. ഉദാഹരണത്തിന് പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. പൈയുടെ 3.14. ഇതിന് ശേഷം നമുക്ക് ഓരോ നമ്പറുകളും ചെയ്ത് നോക്കിയാൽ മാത്രമേ, സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ ഒരു പർട്ടിക്കുലർ റിക്കറിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആവുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ പൈ ഈസ് വാട്ട്? പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. പൈക്ക് നമ്മൾ 22/7 എഴുതാറുണ്ട്. പൈക്ക് നമ്മൾ 22/7 എഴുതാറുണ്ട്. ബട്ട് 22/7 എന്താണ്? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ആക്ച്വൽ വാല്യൂ അല്ല. ഓക്കെ, സോ പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നത് റാഷണൽ, പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതാൻ പറ്റാത്തത് ഇറാഷണൽ നമ്പർ. അപ്പൊ ഈ റാഷണൽ നമ്പേഴ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടി? അതായത് പോയിന്റിന് ശേഷം നമ്പേഴ്സ് റിക്കറിങ് ആയിരിക്കണം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആവുന്ന നമ്പേഴ്സ് ആയിരിക്കണം. ഇൻഫൈനൈറ്റ് വരെ പോയാലും കുഴപ്പമില്ല. പക്ഷെ എന്തായിരിക്കണം? ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കണം. എന്ത് നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സിൽ അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയാണ്. റിയൽ നമ്പർ നമുക്കറിയാം. എന്താണ് റിയൽ നമ്പർ? ഇമാജിനറി അല്ലാത്ത നമ്പറുകളെല്ലാം എന്താണ്? ഇമാജിനറി അല്ലാത്ത നമ്പറുകളെല്ലാം എന്താണ്? റിയൽ നമ്പറുകളാണ്. റൂട്ട് ഓഫ് -1 വന്നാൽ അത് ഇമാജിനറി ആണ്. 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിന്റെ കൂടെ ഒരു 0 കൂടി വന്നാൽ അതെന്തായിട്ട് കൺവേർട്ട് ആവും? ഹോൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവും. -infinity to +infinity countable numbers is known as integers. Rational numbers, the numbers that can be converted into p by q form is known as rational numbers. അങ്ങനെ p by q ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ പറയുന്നത് ഈവൻ നമ്പർ ഓഡ് നമ്പർ പറയേണ്ട കാര്യമില്ലല്ലോ. 2 4 6 8 കോമ്പിനേഷൻ ആണ് എന്ത്? ഈവൻ നമ്പേഴ്സ്. 3 5 7 കോമ്പിനേഷൻ ആണ് ഓഡ് നമ്പേഴ്സ്. അടുത്തത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈം നമ്പേഴ്സിന്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് ദ എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് എ പ്രൈം നമ്പർ? ഏത് നമ്പറിനാണോ 2 ഫാക്ടേഴ്സ് ഉള്ളത്, സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് നോൺ as പ്രൈം നമ്പേഴ്സ്. 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ആണ് എന്ത്? പ്രൈം നമ്പർ. ഇപ്പൊ ഉദാഹരണത്തിന് 3ന്റെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1,3. 1,3 എന്താണ്? 3ന്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ 5ന്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും 1,5. സോ ഇതൊക്കെ എന്താണ്? 3 5 7 9 13 17 19 ഇതൊക്കെ എന്താണ്? 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പറുകളാണ്. 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 ഒരു പ്രൈം നമ്പർ ആണ്. 1,2 ഫാക്ടേഴ്സ് ആണ്. 1 ഒരു പ്രൈം നമ്പർ ആണോ? 1 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 1ന് എത്ര ഫാക്ടേഴ്സേ ഉള്ളൂ? ഒറ്റ ഫാക്ടറേ ഉള്ളൂ. സിംഗിൾ 1 മാത്രമേ ഉള്ളൂ. ഒറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ 1 പ്രൈം നമ്പർ അല്ല.
രണ്ട് ഫാക്ടേഴ്സ് വേണം എങ്കിൽ എന്താവും പ്രൈം നമ്പേഴ്സ് ആവും. സോ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്താണ്? സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. 2 നിന്നാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് അറിയാം. അടുത്തത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് രണ്ട് ഫാക്ടേഴ്സിൽ കൂടുതലുള്ള നമ്പേഴ്സ് ആണ് എന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഒന്നെന്ന് പറയുന്ന നമ്പർ ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. ഒന്ന് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. സോ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ആണ് എന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാണ് 4. 4ന്റെ ഫാക്ടേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കേ. 1, 2, 4 കറക്റ്റ് അല്ലേ? എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 1, 2, 4 ഉണ്ട്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറുകളാണ് കോമ്പോസിറ്റ് നമ്പറുകൾ. അടുത്തത് കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് 7, 11. 7ന്റെ ഫാക്ടേഴ്സ് ആണ് 1,7. 11ന്റെ ഫാക്ടേഴ്സ് ആണ് 1,11. ക്ലിയർ ആണേ? 1, 7, 1, 11. രണ്ടിന്റെയും കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ 1 അല്ലേ? കോമൺ ഫാക്ടർ 1 മാത്രമായ നമ്പേഴ്സ് ആണ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, കോമൺ ഫാക്ടർ 1 മാത്രമായ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു രീതിയിലും പറയാറുണ്ട്. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ 1? മീൻസ് ഒന്നിനേക്കാൾ വലിയ കോമൺ ഫാക്ടർ ഇവിടെ ഇല്ലല്ലോ. കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ഒന്നിനേക്കാൾ വലിയ കോമൺ ഫാക്ടർ ഇവിടെ ഇല്ല. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF ഇതിന്റെ 1 ആണ്. HCF 1 ആയ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുക്കുകയാണ് 7, 19. 7, 19. 7ന്റെ ഫാക്ടേഴ്സ് എന്താ? 1,7. 19ന്റെ ഫാക്ടേഴ്സ് എന്താ? 1,19. ഓക്കെ, സോ കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് നോൺ ആസ് കോപ്രൈം നമ്പേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ കോപ്രൈം നമ്പേഴ്സിൽ തന്നെ ഒരു ഡെറിവേഷൻ ഉണ്ട്, റിലേറ്റീവ്ലി പ്രൈം. അത് നമുക്ക് പറയാം. മുന്നോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം കോപ്രൈം നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവാം. ഓക്കെ, സോ അതാണ് കോപ്രൈം നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് ട്വിൻ പ്രൈംസ്. ട്വിൻ പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രൈം ആയിരിക്കുകയും വേണം, അതായത് കോമൺ ഫാക്ടർ 1 ആയിരിക്കുകയും വേണം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കുകയും വേണം. അതിന്റെ കൂടെ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആവണം. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കേ, 5, 7. 5, 7 കോപ്രൈം നമ്പേഴ്സ് ആണല്ലോ. എന്ത് വരും? 1,5 ഫാക്ടർ വരും. ഇവിടെ 1,7 ഫാക്ടർ വരും. ദാറ്റ് മീൻസ് കോമൺ ഫാക്ടർ 1 മാത്രമാണ്. അതുപോലെ ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 കൂടിയല്ലേ? ഓക്കെ, 7 - 5 എന്ത് വരും? 2 വരും. സച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഈസ് നോൺ ആസ് ട്വിൻ പ്രൈംസ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, അതിന് സെപ്പറേറ്റ് ടൈം തരുന്നില്ല. നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ടായിട്ട് ഫുള്ള് എഴുതി വെച്ചോ. ഓക്കെ, സോ ഇത് ഈ നമ്പർ സിസ്റ്റം ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ടൈപ്പ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 5 ദിവസത്തേക്കുള്ള അരി വാങ്ങിച്ചിട്ടുണ്ട്, ഇത്ര കിലോ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 ദിവസത്തേക്ക് എത്ര വേണ്ടി വരും? പിന്നെ ഒരു ഫാമിൽ ഇത്ര ഹെൻസ് ഉണ്ട്, കൗസ് ഉണ്ട്, ഇവരുടെ ലെഗിന്റെ എണ്ണം ഇത്രയാണ്, കൗസിന്റെ ലെഗിന്റെ എണ്ണം ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ എന്ത് വരും? അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും, ബേസിക് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്തുന്നത്? നമ്പർ സിസ്റ്റം ചാപ്റ്ററിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഈ നമ്പർ സിസ്റ്റം ചാപ്റ്ററിന്റെ ഒരു 2-3 ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ബാക്കി കൺസെപ്റ്റുകളിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, an amount of 50,176 is distributed equally among 32 persons. 50,776 ഉണ്ടായിരുന്നു. അത് 32 പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്നല്ലേ ചോദിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? 50,176നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 50,176നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 32 × 1 32 എന്ന് വരും. ബാക്കി 18 181. 181 എന്ന് പറയുമ്പോൾ 32 × 5 160 ആണ്. 32 × 5 160 ആണ്. സോ 15
15 എന്ന് പറയുമ്പോൾ 1578 ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇനി സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ 181 ആയിരുന്നു വന്നത്, മീൻസ് 21 ബാക്കിയുണ്ട്, 217 ബാക്കിയുണ്ട്. ഇവിടെ 7 എടുത്തു, സോ 217 ബാക്കിയുണ്ട്. 32 × 7 ചെയ്തു, ഓക്കെ 224 വരുന്നു. മീൻസ് ഇവിടെ 6 വരണം, 156 വരണം. 156ൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് നൺ ഓഫ് ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? സോ 1568 എന്നോ അങ്ങനെ എന്തെങ്കിലും പോയിന്റിലായിരിക്കും ആൻസർ വരുന്നത്. സോ എന്ത് ചെയ്താൽ മതി? സിമ്പിളി 5176നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. സോ ബേസിക് ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇങ്ങനെയുള്ള, അതായത് ഏത് ടൈപ്പ് ഓഫ് ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് ഓക്കെ ആണ്. സോ ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം എന്ന് നിർബന്ധമില്ല. എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് നോട്ടായിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. എ ക്യാൻറ്റീൻ റിക്വയർസ് 112 kg ഓഫ് വീറ്റ് ഫോർ 1 വീക്ക്. ഒരാഴ്ചത്തേക്ക് എത്ര കിലോഗ്രാം വേണം? 112 kg വേണം. ഹൗ മെനി കിലോഗ്രാം ഓഫ് വീറ്റ് വിൽ ഇറ്റ് റിക്വയർ ഫോർ 69 days എന്നല്ലേ ചോദിക്കുന്നത്. ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ദിവസത്തേക്ക്. 7 ദിവസത്തേക്ക് 112 kg ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്ര വരും? ഒരു ദിവസത്തേക്ക് 112 ഡിവൈഡഡ് ബൈ 7 എന്ന് വരുമല്ലോ. 112 ഡിവൈഡഡ് ബൈ 7 സിംപ്ലിഫൈ ചെയ്ത് 1 42 6 16 എന്ന് ആൻസർ വരും. ഓക്കെ, സോ 112/7 സിംപ്ലിഫൈ ചെയ്തപ്പോൾ 16 വന്നു. ഒരു ദിവസത്തേക്ക് 16 കിലോഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ 69 ദിവസത്തേക്ക് എന്താണെന്ന് ചോദിക്കുന്നത്. 69 16 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 4 5 36 9 45 5 0 5 11 11 0 4 ആൻസർ വന്നു. ബി ഓപ്ഷൻ. സോ 69 16 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, സോ ഒരു ദിവസത്തേക്ക് ഇത്ര 16 kg, 69 ദിവസത്തേക്ക് 69 × 16. സോ ഇത് ഇങ്ങനെയും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കമ്പയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കമ്പാരിസൺ ഇനി വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഒരുപാട് ചാപ്റ്ററുകളിൽ നമ്മൾ കമ്പാരിസൺ പഠിക്കാനുണ്ട്. മിക്സർ അലിഗേഷൻ ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈം ഉണ്ട്. ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈമിന്റെ ഒക്കെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ഈ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കണം. ഇവിടെ നോക്കേ, 7 ദിവസത്തേക്ക് എത്ര കിലോഗ്രാം ആണ്? 112 കിലോഗ്രാം അല്ലേ? 7 ദിവസത്തേക്ക് 112 കിലോഗ്രാം, 69 ദിവസത്തേക്കല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. എക്സ് 7 ദിവസത്തേക്ക് 112, 69 ദിവസത്തേക്ക് എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 7 × x = 112 × 69. കറക്റ്റ് അല്ലേ? 7 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 7 × x = 69 × 112. സോ എക്സിന്റെ വാല്യൂ എന്ത് വരും? 112 × 69 ഡിവൈഡഡ് ബൈ 7 എന്ന് വരത്തില്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1104 എന്ന് ആൻസർ വരും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇവിടെ വെച്ച് തന്നെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് 7 ദിവസത്തേക്ക് 112 kg, 69 ദിവസത്തേക്ക് എക്സ്. ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാമല്ലോ. അതായത് 7 112 കട്ട് ചെയ്തിട്ട് 16, എക്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. 69 × 16 ആൻസർ. എക്സ് = 69 × 16. ദാറ്റ് മീൻസ് എന്ത് വരും? 1104. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യമാണെങ്കിലോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് മുന്നോട്ട് വരുന്ന രീതിക്ക് പറയാം. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ വളരെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ ഇതിനെ എക്സ് എന്ന് ഇട്ടിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ച കാര്യം ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന 1-2 സ്റ്റെപ്പ് എക്സ്ട്രാ എടുത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ ഡീപ്പായിട്ട് നോക്കി അതിനെ കുറച്ചുകൂടെ അങ്ങനെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കി വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ആവത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ പഴയ മെത്തേഡിൽ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം എക്സാം ബോർഡിൽ കിട്ടത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾ തന്നെ ചെയ്തോ ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ നോക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? there are 12 dozen mangoes in a box. ഒരു ബോക്സിൽ 12 dozen mangoes ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ഡസൺ 12 ആണ്. സോ ദാറ്റ് മീൻസ് 12 × 12 mangoes ഉണ്ടല്ലോ ഒരു ബോക്സിൽ. 12 × 12 mangoes ഉണ്ട്. 43 സച്ച് ബോക്സസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് 12 × 12 × 43 ചെയ്താൽ പോരെ.
144 into 43 ചെയ്താൽ പോരെ. 4 12, ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്നുണ്ട്. സോ 6192 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ആൻസർ. ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയോ. 2 12 3 1 ക്യാരി വന്നു 3 3 4 16 17 4. സോ 2 ഇവിടെ 2 വരും. സോ 6192 ആണ് ആൻസർ. 6192 ആണ് ആൻസർ. മൾട്ടിപ്ലൈ നോക്കിയോ. സോ ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. 12 into 12 into 43 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ചെയ്ത 3 ക്വസ്റ്റ്യൻസും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്പർ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസും എക്സാമിന് വരും. ഇനി നമ്മൾ ഇതിന്റെ ചെറിയ ചെറിയ കൺസെപ്റ്റുകളിലേക്ക് കിടക്കാണ്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. ഡിവിസിബിലിറ്റി റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിസിബിലിറ്റി റൂൾസ്. ഓക്കെ, സോ ഒരു നമ്പറിനെ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഓരോ നമ്പറും മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ആവുന്ന സമയത്ത് അതിനകത്തൊരു പർട്ടിക്കുലർ ഡിവിസിബിലിറ്റി റൂള് സാറ്റിസ്ഫൈ ആവാറുണ്ട്. സോ ഇതിനകത്ത് നമുക്കൊരു 11 വരെയെങ്കിലുമുള്ള ഡിവിസിബിലിറ്റി റൂള് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പയ്യെ അപ്ഡേറ്റ് ആവുന്ന മുറയ്ക്ക് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിവിസിബിലിറ്റി റൂൾ, ഈ ചെറിയ നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ പഠിക്കുന്നു. ഓക്കെ, സോ ഒരു നമ്പറിനെ 2 കൊണ്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു നമ്പറിനെ നമുക്ക് പറയാൻ പറ്റും ഈ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ആയി പോകുന്ന ആ നമ്പർ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് ഡിജിറ്റ് എന്തായാൽ മതി? ഈവൻ നമ്പർ ആയാൽ പോരെ. ഉദാഹരണത്തിന് 4 3 8 2. ഈ നമ്പർ ഷുവർ ആയിട്ടും എന്തുകൊണ്ട് ഡിവൈഡ് ആയി പോകും? 2 കൊണ്ട് ഡിവൈഡ് ആയി പോകും. ബിക്കോസ് ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഈവൻ നമ്പർ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഡിവിസിബിലിറ്റി 2ന്റെയും 4ന്റെയും 8ന്റെയും ആണ്. 2 4 8. അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത് 2 3 4 5 6 7 8 9 11. 10ന്റെ പറയേണ്ട കാര്യമില്ല, കാര്യം ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ആയിപ്പോ. ഓക്കെ, 11 വരെയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ബേസിക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പയ്യെ നിങ്ങൾ അപ്ഡേറ്റ് ആയി വരുന്ന മുറയ്ക്ക് നമുക്ക് ബാക്കി ഡിവിസിബിലിറ്റി റൂളിനെ പറ്റി പറയാം. ഓക്കെ, സോ 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫുൾ നമ്പർ എന്തുകൊണ്ട് കട്ടായി പോവും? 2 കൊണ്ട് കട്ടായി പോകും. ഓക്കെ, സോ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്പർ ഫുൾ 2 കൊണ്ട് കട്ടായി പോകും. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? 3 4 5 1 1 6. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് കട്ടായി പോവുമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് കട്ടായി പോവുമെങ്കിൽ നമ്പർ ഫുള്ള് എന്തുകൊണ്ട് കട്ടായി പോവും? 4 കൊണ്ട് കട്ടായി പോവും. സോ ഇവിടെ 16 4 കൊണ്ട് കട്ടായി പോകുന്നുണ്ടല്ലോ. സോ ദാറ്റ് മീൻസ് ഈ 3 4 5 1 1 6 എന്ന് പറയുന്ന നമ്പർ എന്തുകൊണ്ട് കട്ടായി പോവും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയി പോവും. ഓക്കെ, സോ സിമിലർലി അതുപോലെ തന്നെയാണ് 8ന്റെയും ഡിവിസിബിലിറ്റി റൂള്. 3 4 5 6 5 1 2. ഇത് കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഡിവൈഡ് ആവും. കാര്യം എന്താ? ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുൾ 8 കൊണ്ട് ഡിവിസിബിൾ ആവും. ഓക്കെ, സോ 2 4 8ന്റെ കോമ്പിനേഷൻ ക്ലിയർ ആണല്ലോ. 2 4 8 ലാസ്റ്റ് ഡിജിറ്റ് 2 കൊണ്ട് കട്ടാവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുൾ 2 കൊണ്ട് കട്ടാവും. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് കട്ടാവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുള്ള് 4 കൊണ്ട് കട്ടാവും. ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് കട്ടാവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുള്ള് 8 കൊണ്ട് കട്ടാവും. 3 8 1 6 3 4 2 4. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ നമ്പർ 2 കൊണ്ട് 4 കൊണ്ട് ഡിവിസിബിൾ ആവുമോ ഇല്ലയോ? 4 കൊണ്ട് കട്ടായി പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ലാസ്റ്റ് 2 ഡിജിറ്റ് 24 4 കൊണ്ട് കട്ടായി പോകുന്ന നമ്പർ ആണ്. സോ ദാറ്റ് മീൻസ് കംപ്ലീറ്റ് നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആവും? 4 കൊണ്ട് ഡിവിസിബിൾ ആവും. ഓക്കെ, 2 4 8ന്റെ റൂൾ കഴിഞ്ഞു. സോ ഇതിനകത്ത് നമ്മുടെ 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 8 കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി റൂൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3ന്റെയും 9ന്റെയും, അതും രണ്ടും ഒരേ പാറ്റേൺ ആണ്. ഓക്കെ, 3 നമ്മളിപ്പോൾ പറഞ്ഞത് 2 4 8. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 9. ഒരു നമ്പർ 84 3 കൊണ്ട് കട്ടായി പോവും. 3 കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവും. നിങ്ങൾ 84നെ 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കേ. 3 6, റിമൈൻഡർ 2 24, 3 24, റിമൈൻഡർ 0. സോ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയി പോകുന്നല്ലോ, റിമൈൻഡർ 0 വന്നല്ലോ. ഈ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആവും. ഇതിന്റെ ഡിജിറ്റ് സം നോക്കുക.
ഓക്കെ, ഡിജിറ്റ് സം നോക്കുക. 8 4 12. 12 3 കൊണ്ട് ഡിവൈഡ് ആവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുള്ള് കംപ്ലീറ്റ് എന്തുകൊണ്ട് ഡിവൈഡ് ആവും? 3 കൊണ്ട് ഡിവൈഡ് ആവും. സോ 3ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? ഒരു നമ്പറിന്റെ ഡിജിറ്റ് സം ഇപ്പൊ ഉദാഹരണത്തിന് 123 3 കൊണ്ട് ഡിവൈഡ് ആവും. കാര്യം 3 2 5 1 6 3 കൊണ്ട് ഡിവൈഡ് ആവുന്നത് കൊണ്ട് നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ആവും? 3 കൊണ്ട് ഡിവൈഡ് ആവും. 9ഉം അതേപോലെ തന്നെയാണ്. ഒരു നമ്പറിന്റെ ഡിജിറ്റ് സം 9 കൊണ്ട് ഡിവൈഡ് ആവുന്നുണ്ടെങ്കിൽ നമ്പർ ഫുൾ എന്തുകൊണ്ട് ഡിവൈഡ് ആവും? 9 കൊണ്ട് ഡിവൈഡ് ആവും. ഇപ്പൊ ഉദാഹരണത്തിന് 729 ഇതിന്റെ ഡിജിറ്റ് സം നോക്കേ. 7 2 9 9 9 9 18 18 9 കൊണ്ട് ഡിവൈഡ് ആവുന്നുണ്ടല്ലോ. സോ ദാറ്റ് മീൻസ് നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ആവും? 9 കൊണ്ട് ഡിവൈഡ് ആവും. ക്ലിയർ ആണോ? സോ ഇത് സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതി വെച്ചോ. 2 4 8 എഴുതി വെച്ചു. ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് 2 4 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എഴുതിയിട്ടില്ലെങ്കിൽ അത് എഴുതി വെച്ചോ. പിന്നെ 3 9 എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. രണ്ടിന്റെ ഞാൻ ഡെഫിനിഷൻസ് ഒന്ന് പറഞ്ഞുതരാം. If last digit is divisible by 2, then the complete number will be divisible by 2. If the last two digits is divisible by 4, then the complete number is divisible by 4. If the last 3 digits is divisible by 8, then the complete number is divisible by 8. അതുപോലെ 3 9 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? If sum of digits is divisible by 3, then complete number is divisible by 3. If sum of digits is divisible by 9, then complete number is divisible by 9. Okay, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ചോദിക്കാണ് 96 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? 9 6 15 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. മീൻസ് കംപ്ലീറ്റ് നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കാണ് 738 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഓക്കെ, 8 3 11 7 18 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. മീൻസ് നമ്പർ കംപ്ലീറ്റ് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 9 8 2 1 7 6 3 9 കൊണ്ട് ഡിവിസിബിൾ. എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. പക്ഷെ ആഡ് ചെയ്യുമ്പോഴും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഇപ്പൊ നോക്കാം, ഈ നമ്പറുകളെല്ലാം കൂടെ കൂട്ടി എഴുതുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9ന്റെ മൾട്ടിപ്പിൾ എവിടെ ഉണ്ടോ അതൊക്കെ സം ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാം. 9ന്റെ മൾട്ടിപ്പിൾ എവിടെ ഉണ്ടോ അതൊക്കെ സം ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യുക. ഉദാഹരണത്തിന് 9 നമ്മൾ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. കാര്യം 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 9 എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നോക്കേ 8 1 9 അത് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. 8 1 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 2 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6 3 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ കംപ്ലീറ്റ് നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എല്ലാ നമ്പറും കൂടി ഇരുന്ന് കൂട്ടി എഴുതേണ്ട കാര്യമില്ല. ഓരോ പേരായിട്ട് എടുത്തിട്ട് 9 കൊണ്ട് 9ന്റെ സം ആക്കി അതിനെ അങ്ങ് വാനിഷ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് 4 5 3 8 2 1 6 4 8 എന്നിങ്ങനെ ചോദിക്കുകയാണ് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. സോ ഇതെല്ലാം കൂടെ കൂട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. 5 4 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8 1 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6 3 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 8 4 12 2 16. സോ 12 2 14 14 9 കൊണ്ട് ഡിവിസിബിൾ അല്ലല്ലോ. സോ കംപ്ലീറ്റ് നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ അല്ല? 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണ് ഇത്? സോ 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു. ഇത്രയും നമ്പേഴ്സ് കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 5ന്റെ ഡിവിസിബിലിറ്റി ആണ്. 5ന്റെ ഡിവിസിബിലിറ്റി 5ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ എന്ത് വരണം? 5 വരണം. ഉദാഹരണത്തിന് 30 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാര്യം ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 125 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ബിക്കോസ് ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ അതാണ് 5ന്റെ ഡിവിസിബിലിറ്റി. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടുത്ത നമ്മൾ പറയുന്നത് 6ന്റെ ഡിവിസിബിലിറ്റി ആണ്. 6 ഒരു നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 and 3, then the number will be divisible by 6. ഉദാഹരണത്തിന് 4 3 2 ഇത് 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സം ഓഫ് ഡിജിറ്റ് ചെക്ക് ചെയ്ത് 4 3 7 2 9 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമ്പർ 3 കൊണ്ടും ഡിവിസിബിൾ ആണ്, 2 കൊണ്ടും ഡിവിസിബിൾ ആണ്. മീൻസ് നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും?
നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. സോ 2, 3, 4, 5, 6, 8, 9 ഇത്രയും കഴിഞ്ഞു. 8, 9 കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് 7 ഉണ്ട്, 11 ഉണ്ട്. 7, 11 മാത്രമാണ് നമുക്ക് ഡിവിസിബിലിറ്റി റൂളിൽ ഇനി പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് ക്ലിയർ ആയിട്ട് ഫുൾ എഴുതി വെച്ചിട്ട് ബാക്കി ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 7ന്റെ ഡിവിസിബിലിറ്റി ആണ്. ഉദാഹരണത്തിന് 343. 343 നമുക്ക് ചെക്ക് ചെയ്യണം. 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 7ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 6. ആ കിട്ടിയ നമ്പറിനെ റിമൈനിങ് നമ്പറിൽ നിന്ന് കുറയ്ക്കുക. റിമൈനിങ് നമ്പർ എത്ര? 34 അല്ലേ? സോ ഇതിൽ നമ്മൾ 3 ഇങ്ങ് മാറ്റി, ലാസ്റ്റ് ഡിജിറ്റ് അങ്ങ് മാറ്റി. 343 ആയിരുന്നു നമ്പർ. ലാസ്റ്റ് ഡിജിറ്റ് മാറ്റിയിട്ട് റിമൈനിങ് നമ്പർ 34 ആണ്. 34ൽ നിന്ന് ഇത് കുറയ്ക്കുക, ഈ കിട്ടിയ നമ്പർ കുറയ്ക്കുക. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിനെ എപ്പോഴും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിനെ എപ്പോഴും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിമൈനിങ് ഡിജിറ്റിൽ നിന്ന് കുറയ്ക്കുക. 28 എന്ന് കിട്ടിയല്ലോ. ഈ 28 7 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 28 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് കംപ്ലീറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. ക്ലിയർ ആണോ? ഉദാഹരണത്തിന് 392. ലാസ്റ്റ് ഡിജിറ്റ് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 എന്ന് വരും. ഈ 39 4 കുറച്ചേ, 39 - 4 35. 35 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. മീൻസ് കംപ്ലീറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. 7ന്റെ ഡിവിസിബിലിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റെയർലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. റെയർ ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്നാലും ചോദിച്ചാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇതാണ് 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. അപ്പോൾ നമ്മൾ 2 കഴിഞ്ഞു, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞു. 10 പറയേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയാൽ മാത്രമേ എന്തുകൊണ്ട് ഡിവിസിബിൾ ആവും? 10 കൊണ്ട് ഡിവിസിബിൾ ആവും. അപ്പൊ ഇനി പറയാനുള്ളത് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണ്. സോ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. 11ന്റെ ഇതിനകത്ത് 3, 9, 2, 4, 8, 11 ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. 3, 9, 2, 4, 8, 11. ഓക്കെ. 11ന്റെ ഡിവിസിബിലിറ്റി റൂളാണ് അടുത്ത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1, 3, 3, 1 നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് 11 കൊണ്ട് കട്ടായി പോവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. 1, 3, 3, 1 11 കൊണ്ട് കട്ടാവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുക. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുക. 3, 1, 4. 3, 1, 4. ഓക്കെ. സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിനെ ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇത് കുറയ്ക്കുമ്പോൾ 0 വരണം. ഓക്കെ. ഇത് കുറയ്ക്കുമ്പോൾ 0 വരണം. അല്ലെങ്കിൽ ഇത് കുറയ്ക്കുമ്പോൾ 11 11ന്റെ മൾട്ടിപ്പിളോ വരണം. ഓക്കെ. 2 കണ്ടീഷൻസ് ആണ്. ഒന്നുകിൽ ഈ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുത്തിട്ട്, ഒന്നിടവിട്ട നമ്പറുകളുടെ സം എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി അത് കുറയ്ക്കുമ്പോൾ 0 വരണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ 11 11ന്റെ മൾട്ടിപ്പിൾസോ വരണം. അങ്ങനെയാണെങ്കിൽ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ. ഇപ്പം ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നോക്കേ. 1, 4, 6, 4, 1 ഒന്ന് കൂട്ടി നോക്കേ. 6, 1, 7, 1, 8. ഓക്കെ. 4, 4, 8 ഡിഫറൻസ് 0 വരുന്നുണ്ടല്ലോ. സോ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ് നമ്പർ? നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ക്ലിയർ ആണോ? 3, 2, 5, 8, 3. 5, 3, 8. 8, 3, 11. 8, 2, 10. ഡിഫറൻസ് 1 അല്ലേ വരുന്നുള്ളൂ. ഇത് 0 അല്ല. ഡിഫറൻസ് 0 കിട്ടിയില്ല. അതുപോലെ തന്നെ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിളും കിട്ടിയില്ല. 11ന്റെ മൾട്ടിപ്പിളും വന്നിട്ടില്ല. സോ മീൻസ് ഈ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ അല്ല? 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? സോ അതാണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ഓക്കെ. സോ നമുക്ക് ഈ ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഈ ഇത്രയും ഡിവിസിബിലിറ്റി റൂൾ ക്ലിയർ ആയിട്ട് എഴുതി വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒരു റൗണ്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ. വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തോളൂ. എന്നിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ആദ്യത്തെ ഒരു 1-2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, അതിനുശേഷം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, വെറുതെ ഇരുന്നൊരു വീഡിയോ കാണുന്ന പോലെ മാത്സിൻ്റെ ക്ലാസ് ഒരിക്കലും കാണരുത്. പേനയും പേപ്പറും ഉണ്ടാവണം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ള ക്ലാസ്സുകൾ കണക്കല്ല, അത് വെറുതെ ഇരുന്ന് കേട്ടാൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് നോട്ട് ചെയ്ത് എടുക്കാൻ സമയം തരുമ്പോൾ നോട്ട് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് നോക്കുന്നതിലൂടെയാണ് ഇമ്പ്രൂവ് ആകുന്നത്. എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, 5 4 3 2 9 എന്തുകൊണ്ട് ഡിവിസിബിൾ ആണെന്നാ പറയുന്നത്? 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാ പറയുന്നത്. സോ 5 4 3 2 7 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സ്റ്റാറിന്റെ പ്ലേസിൽ എന്ത് വരുമെന്നല്ലേ ചോദിക്കുന്നത്? ഈ നമ്പർ അഥവാ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇതിന്റെ ഡിജിറ്റ് സം 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇതിന്റെ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ 5 4 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 2 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3ന്റെ കൂടെ 6 വരണ്ടേ? 6 3 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് ഈ 3ന്റെ കൂടെ സ്റ്റാറിന്റെ സ്ഥാനത്ത് എന്ത് വരണം? സ്റ്റാറിന്റെ സ്ഥാനത്ത് 6 വരണം. എങ്കിൽ മാത്രമേ ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആവൂ. സോ ആൻസർ എന്താണ്? സ്റ്റാറിന്റെ സ്ഥാനത്ത് എന്ത് വരണം? 6. ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ദെൻ ഡിജിറ്റ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റാർ ഈസ് വാട്ട്? 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7 8 star 3 9 4 5 is divisible by 11 where star is a digit. സ്റ്റാർ ഒരു ഡിജിറ്റ് ആണ്. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇത് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. ഒറ്റ ഡിജിറ്റ് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. 2 ഡിജിറ്റിന്റെ പോസിബിലിറ്റീസ് ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. സെവൻ 8 star 3 9 4 5 എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ പറയുന്നത്. നമുക്കറിയാം 11ന്റെ ഡിവിസിബിലിറ്റി പ്രോപ്പർട്ടി എന്താ? ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എടുത്ത് 7 പ്ലസ് സ്റ്റാർ 9 പ്ലസ് 9 പ്ലസ് 5. ഓക്കെ, ഇതാണ് ഒരു ആൾട്ടർനേറ്റ് ഡിജിറ്റ് സം. അടുത്ത് നോക്കാം, 8 3 11 അധികം 4. ഓക്കെ, ഇതാണ് അടുത്ത ആൾട്ടർനേറ്റ് ഡിജിറ്റ്. അപ്പൊ ഇതിന്റെ സം എന്ത് വരുന്നു? 9 7 16 5 21. 21 പ്ലസ് സ്റ്റാർ അല്ലേ ആദ്യത്തത് വരുന്നത്. രണ്ടാമത്തത് 8 3 11 4 15 വരുന്നു. സോ 21 പ്ലസ് സ്റ്റാറിന്ന് 15 കുറയ്ക്കുന്നത്, 21 പ്ലസ് സ്റ്റാറിൽ നിന്ന് 15 കുറയ്ക്കുന്നത് ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 21 മൈനസ് 15 6. 6 പ്ലസ് സ്റ്റാർ ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇവിടെ 0 ആക്കാൻ പറ്റുമോ ഇതിനെ? നമുക്ക് സ്റ്റാറിന്റെ സ്ഥാനത്ത് -6 ഇടണം 0 ആക്കണമെങ്കിൽ. അത് പോസിബിൾ അല്ലല്ലോ. കാര്യം സ്റ്റാർ ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലേ. സ്റ്റാർ ഡിജിറ്റ് ആണ്. ഡിജിറ്റ് ഒരിക്കലും എന്താവില്ല, ഒരു നമ്പറിൽ ഒരു ഡിജിറ്റ് എന്തായാലും ഒരു നെഗറ്റീവ് വാല്യൂ ആവില്ല. സോ ദാറ്റ് മീൻസ് സ്റ്റാറിനെ നമുക്ക് -6 എന്ന് എഴുതാൻ പറ്റത്തില്ല. -6 എഴുതിയായിരുന്നേ അത് 0 ആയി പോയേനെ. പക്ഷെ അത് പോസിബിൾ അല്ല. പിന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാൻസ് നമുക്ക് ഇതിനെ 11 ആക്കുക എന്നുള്ള ചാൻസ് ആണ്. ഇതിനെ 11 ആക്കുക മീൻസ് സ്റ്റാറിന്റെ സ്ഥാനത്ത് 5 ഇടണ്ടേ? 5 അല്ലേ ആൻസർ? 6 5 11 ആയാലും പോരെ. ഓക്കെ, സോ ഇതിന്റെ ഡിജിറ്റ് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ആൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സമ്മിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് 6 പ്ലസ് സ്റ്റാർ വന്നു. ഇത് 11 ആയാലും മതി. 6 + 5 11 ആയാലും മതി, അല്ലെങ്കിൽ 0 ആവണം. പക്ഷെ 0 ആക്കാൻ ഇനി പോസിബിൾ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A number A4571203B is divisible by 18. What is the value of A and B? സോ ഒരു നമ്പർ, ഇത് നിങ്ങൾ തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം സൊല്യൂഷൻ നോക്കിയാൽ മതി. A4571203B. A4571203B 18 കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ പറയുന്നത്. 18 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് 2 കൊണ്ടും 9 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണമല്ലോ. 2ന്റെ 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ 18. സോ ദാറ്റ് മീൻസ് അത് 2 കൊണ്ടും 9 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, 9ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. നമ്പർ തന്നിരുന്നത് A4571203B എന്നല്ലേ തന്നേക്കുന്നത്. ഓക്കെ,
5 4 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 2 9 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 1 4 വരുന്നുണ്ട് ബാക്കി. 4 വരുന്നുണ്ട്, എയും ബിയും ബാക്കിയുണ്ടല്ലോ, എയും ബിയും. ഓക്കെ, സോ 4 പ്ലസ് എ പ്ലസ് ബി എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എ പ്ലസ് ബിനെ 5 ആക്കാൻ പറ്റത്തില്ലല്ലോ. എ പ്ലസ് ബി അഥവാ 5 ആയിരുന്നെങ്കിൽ ഇത് 5 4 9 ആയനെ. ഓക്കെ, ഇത് 5ഉം ഈ എ പ്ലസ് ബി 5ഉം 5 4 9 ആയിട്ട് മാറിയനെ. പക്ഷെ എ പ്ലസ് ബിനെ 5 ആക്കിയാൽ എന്താ പ്രശ്നം? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ആവത്തില്ല. എയുടെയും ബിയുടെയും വാല്യൂസ് അല്ലേ ഇവിടെ തന്നേക്കുന്നത്. എ പ്ലസ് ബി 8 6 14 വരുന്നുണ്ട്, ഇവിടെ 5 4 9 വരുന്നുണ്ട്, ഇവിടെ 6 4 10 വരുന്നുണ്ട്, 6 4 10 വരുന്നുണ്ട്. ഓക്കെ, സോ 5 ആക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്തത് 5 ആക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തത് 14 ആക്കാനല്ലേ പറ്റൂ. കാര്യം എന്താ? 14 4 18 വരണം 9ന്റെ മൾട്ടിപ്പിൾ. 14 4 18 വരണം 9ന്റെ മൾട്ടിപ്പിൾ. സോ മീൻസ് എ പ്ലസ് ബിനെ 5 ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എ പ്ലസ് ബിനെ എന്താക്കി? 14 ആക്കി. 14 4 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. എ പ്ലസ് ബി 14 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? 8 6 14 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ല, ഇവിടെ വരുന്നില്ല, ഇവിടെയും വരുന്നില്ല. മീൻസ് ആൻസർ എ ഓപ്ഷൻ തന്നെയല്ലേ. ഓക്കെ, സോ എയുടെ സ്ഥാനത്ത് 6 എന്നും വരും, ബിയുടെ സ്ഥാനത്ത് 8 എന്നും വരും. ഇവിടെ 2ന്റെ ഡിവിസിബിൾ ആണല്ലോ ഓൾറെഡി. ഇവിടെ 2ന്റെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ വന്നതുകൊണ്ട് നമ്പർ എന്തുകൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും, 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സോ ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Which digits should come in place of star and dollar if the number is divisible by both 8 and 5? 6 2 6 8 4 star dollar. ഇത് 8 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആണെന്നല്ലേ പറയുന്നത്. ഇത് 8 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആണ്. സ്റ്റാറിന്റെയും ഡോളറിന്റെയും സ്ഥാനത്ത് എന്ത് വരുമെന്നല്ലേ നമ്മളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് എടുത്തു വെച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോരെ. നമ്മൾ അഥവാ ഈ സ്റ്റാറിൻ്റെയും ഡോളറിൻ്റെയും സ്ഥാനത്ത് 4 0 വരുന്നുണ്ടെങ്കിൽ 6 2 6 8 4 4 0 ആൻസർ വരത്തില്ലേ. ഓക്കെ, അഥവാ 4 0 ആണെങ്കിൽ എന്ത് വരും? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഡിവിസിബിൾ ആയി പൊക്കോളും? 5 കൊണ്ട് ഡിവിസിബിൾ ആയി പൊക്കോളും. മീൻസ് 5ന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. 8ന്റെ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞേ? ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് കട്ടാവണ്ടേ? 440 8 കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കേ. 4 ടൈംസ് 40 4 ടൈംസ് 46 വരുമല്ലോ. മീൻസ് 8 കൊണ്ടും കട്ടാവുന്നുണ്ട്. 8ന്റെ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് കട്ടാവുകയാണെങ്കിൽ നമ്പർ ഫുൾ എന്തുകൊണ്ട് കട്ടാവും? 8 കൊണ്ട് കട്ടാവും. സോ മീൻസ് 8 കൊണ്ടും കട്ടാവുന്നുണ്ട്, 5 കൊണ്ടും കട്ടാവുന്നുണ്ട്. മീൻസ് ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ. നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഇട്ട് നോക്കിയാൽ സാറ്റിസ്ഫൈ ആവത്തില്ല. 6 2 6 8 4 0 4 ലാസ്റ്റ് ഡിജിറ്റ് 4 വന്നാൽ 5 കൊണ്ട് ഡിവിസിബിൾ ആവത്തില്ല. സോ ആ ഓപ്ഷൻ അവിടെ കഴിഞ്ഞു. 4 5 0 ഇട്ടാലോ, ഈ ഓപ്ഷൻ ഇട്ടാലോ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് 5 കൊണ്ട് കട്ടാവും. പക്ഷെ 450 8 കൊണ്ട് കട്ടാവത്തില്ല. മീൻസ് 8ന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവത്തില്ല. 444 ഇട്ടാലും പറ്റത്തില്ലല്ലോ. കാര്യം ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 44 ഇട്ടാലും പറ്റത്തില്ല. ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നുണ്ട്. എന്തുകൊണ്ട് കട്ടാവത്തില്ല? 5 കൊണ്ട് കട്ടാവത്തില്ല. സോ ക്ലിയർ ആണല്ലോ. സോ 8ന്റെയും 5ന്റെയും ഡിവിസിബിലിറ്റി ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. x959 is divisible by 44. y greater than 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് അല്ലേ ചോദിക്കുന്നത്. x959y എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്തോ. ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്തോ, ആൻസർ കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്, ടഫ് ഒന്നുമല്ല. 44 കൊണ്ട് ഡിവിസിബിൾ ആണെന്നല്ലേ പറയുന്നത്. ഓക്കെ, 44 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 11 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കുമല്ലോ. 11 ഗുണം 4 അല്ലേ 44. സോ നമ്പർ 11 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 11 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കറിയാം 4ന്റെ പ്രോപ്പർട്ടി എന്താ. 4ന്റെ പ്രോപ്പർട്ടി ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആവണ്ടേ. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആവണം. മീൻസ് 92 ആവാം. കാര്യം 92 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 92 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. ചെക്ക് ചെയ്ത് നോക്കിയാൽ 4 2 8 1 12 വരും ബാക്കി. സോ മീൻസ് 92 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 96 4ന്റെ മൾട്ടിപ്പിൾ ആണ്. വേറെ ഏതെങ്കിലും പോസിബിലിറ്റി വരുമോ? 9ന്റെ കൂടെ വരാൻ പറ്റിയത് 2 6 മാത്രമേ പറ്റൂ. കാര്യം എന്താ? എന്നാൽ മാത്രമേ 4 കൊണ്ട് ഡിവിസിബിൾ ആവും.
92 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, 96 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ വൈയുടെ വാല്യൂ 2 ആവാം അല്ലെങ്കിൽ 6 ആവാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വൈ എന്താണ് 5-നേക്കാൾ വലുതാണെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് വൈ നമുക്ക് എന്ത് എടുക്കാൻ പറ്റൂ, 6 മാത്രമല്ലേ എടുക്കാൻ പറ്റൂ. വൈ 6 എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് മാത്രമല്ലേ ഉള്ളൂ, എ ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ വൈ 6 എന്ന് പറയുന്ന ഓപ്ഷൻ. സോ അത് തന്നെയാണ് ആൻസർ. അതല്ല ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ x9596 എന്ന് വരത്തില്ലേ, വൈ കിട്ടി. ഇനി ഇതെന്തുകൊണ്ട് ഡിവിസിബിൾ ആക്കണം, 11 കൊണ്ട് ഡിവിസിബിൾ ആക്കണം. ആൾട്ടർനേറ്റ് ഡിജിറ്റ് എടുത്തേ, x പ്ലസ് 5 പ്ലസ് 6 x പ്ലസ് 5 പ്ലസ് 6 മൈനസ് 9 + 9 18. 11 പ്ലസ് എക്സ് മൈനസ് 18ന്റെ വാല്യൂ എന്താവണം, 0 ആവണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ x മൈനസ് 7 എന്ന് വരത്തില്ലേ, എക്സ് മൈനസ് 7 എന്ത് വേണം, 0 ആവണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവണം. 0 ആക്കാൻ പറ്റുമല്ലോ, എക്സിന് 7 ഇട്ട് കൊടുത്താൽ പോരെ, എക്സിന് 7 ഇട്ട് കൊടുത്താൽ മതി. സോ 7 സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, y = 6 സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. മീൻസ് എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മൾ പറയുന്നത് റിമൈൻഡർ തിയറം ആണ്. റിമൈൻഡർ തിയറം നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തത്. ഡിവിസിബിലിറ്റി റൂൾ ഇപ്പോൾ ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല. സോ ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് അല്ലാതെ ചെയ്യാം. ഇപ്പൊ നമ്മൾ അടുത്ത കൺസെപ്റ്റ് പറയാൻ പോവാണ്, എന്താണ് റിമൈൻഡർ തിയറം. ഓക്കെ, റിമൈൻഡർ തിയറം എന്ന് പറയുമ്പോൾ വളരെ ഞാൻ എക്സാക്ട് തിയറത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. അത് ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. എക്സാക്ട് ഡെഫിനിഷൻ റിമൈൻഡർ തിയറത്തിന്റെ ഇതാണ്. വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എ, വെൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ വിൽ ബി എഫ് ഓഫ് എ. ഇതാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യണം, നമുക്ക് കൺസെപ്റ്റ് വൈസ് ഇതിനെ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 8 32, റിമൈൻഡർ 3 എന്ന് വരുമല്ലോ. ഓക്കെ, റിമൈൻഡർ 3 എന്ന് വന്നു. 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 എന്ന് വന്നു. ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, ഈ 35നെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, 7 × 5/4 എന്ന് എഴുതി കൂടെ, 7 × 5/4 എന്ന് എഴുതാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തൊന്ന് റിമൈൻഡേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരും. ഓക്കെ, 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരത്തില്ലേ. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 റിമൈൻഡർ 1 വരും. ഓക്കെ, സോ ഇവിടെ 3 റിമൈൻഡർ വന്നു, ഇവിടെ 1 റിമൈൻഡർ വന്നു. 3 × 1 ആൻസർ എന്ത് വരും, 3 തന്നെ വരും. ക്ലിയർ ആണോ? ഒരു റിമൈൻഡർ തിയറത്തിന്റെ എസൻസ് ഇതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വലിയ നമ്പറിനെ എടുത്തു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് പാർട്സ് ആക്കിയതിന് ശേഷം എന്ത് കണ്ടുപിടിച്ചാലും മതി, റിമൈൻഡർ കണ്ടുപിടിച്ചാലും മതി. അതാണ് റിമൈൻഡർ തിയറത്തിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, നമുക്ക് ഇവിടെ 48നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 48നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ എന്ത് വരും, 3 വരും. നമുക്കറിയാം സിമ്പിൾ നമ്പർ ആണ്. 48 5 9 5 45, റിമൈൻഡർ 3 എന്ന് വരും. ഓക്കെ, പക്ഷെ നമുക്ക് ഈ 48 നമുക്ക് വലിയ നമ്പർ ആണെന്ന് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാണ്, ചിലപ്പോൾ നമുക്ക് വലിയ നമ്പറുകൾ ആയിരിക്കും തന്നേക്കുന്നത്. 28342നെ നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ എത്ര. സോ നമുക്ക് ഇതിനെ പാട്ടായിട്ടും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, സ്പ്ലിറ്റ് ചെയ്തും തന്നിട്ടുണ്ട്. സോ ഇവിടെ 48നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 12 × 4 എന്ന് എടുക്കും. 12 × 4 ഡിവൈഡഡ് ബൈ 5 റിമൈൻഡർ കണ്ടുപിടിക്കും. 12 × 4 48. അല്ലെങ്കിൽ എന്തെടുക്കാം, 16 × 3 എന്നും എടുക്കാം. അല്ലെങ്കിൽ വേറെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 24 × 2 എന്നും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 10, റിമൈൻഡർ 2 എന്ന് വരുമല്ലോ. ഓക്കെ, 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 × 5 റിമൈൻഡർ 4 തന്നെ വരും. പോയിന്റ് എടുക്കണ്ട, കാര്യം എന്താ, 4 5 കൊണ്ട് കട്ടാവത്തില്ല, 4നേക്കാൾ വലിയ നമ്പർ അല്ലേ 5. സോ റിമൈൻഡർ എന്ത് തന്നെ വരും, ആ നമ്പർ തന്നെ വരും. 4 തന്നെ ആയിരിക്കും റിമൈൻഡർ, 0 ടൈംസ് അത് പോകത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് റിമൈൻഡർ 4. 4 2 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇനി ഈ കിട്ടിയ വാല്യൂസ് ഇവിടെ 2 കിട്ടി, ഇവിടെ 4 കിട്ടി. 4 2 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും, 3 വരും. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മൾ പറയുന്ന റിമൈൻഡർ തിയറം. ഓക്കെ, റിമൈൻഡർ തിയറത്തിന്റെ ചെറിയൊരു ഐഡിയ ആയി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം.
ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്, നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്, അത് പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൻ്റെ റിമൈൻഡർ നമുക്ക് കണ്ടുപിടിക്കണം. 54 × 73 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇവിടെ 54 × 73 മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എഴുതിയതിനു ശേഷം അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തായാലും ഈസി അല്ലല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ചെയ്തുകൂടെ? എന്ത് വരും? 48 കട്ടാവും. 48 മൾട്ടിപ്പിൾ. 54 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 48, റിമൈൻഡർ 6 എന്ന് വരും. ഓക്കെ, സോ ഇനി റിമൈൻഡർ മാത്രമേ ഞാൻ ഇവിടെ എഴുതത്തുള്ളൂ, ബാക്കി നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാം. അപ്പം 48 മൾട്ടിപ്പിൾ ആണ്, സോ മീൻസ് റിമൈൻഡർ 6 എന്ന് വരും. ഓക്കെ, 73 ഡിവൈഡ് ബൈ 8 ചെയ്താൽ റിമൈൻഡർ 1 വരത്തില്ലേ? കാര്യം 72 മൾട്ടിപ്പിൾ ആണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ് 72. സോ 73 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. 6 × 1 റിമൈൻഡർ എന്തായിരിക്കും? 6 ആയിരിക്കും. ക്ലിയർ ആണോ? 6 × 1 റിമൈൻഡർ 6 ആയിരിക്കും. സോ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? റിമൈൻഡർ തിയറം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കേ. നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ലല്ലോ. അടുത്തത്, what is the remainder when 49 × 65 divided by 9? 49 × 65 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താണ് റിമൈൻഡർ എന്നാണ് ചോദിക്കുന്നത്. 9×5 45 അല്ലേ? 9×5 45, റിമൈൻഡർ എന്ത് വരും? 4 എന്ന് വരും. കാര്യം 45ന് ശേഷം ബാക്കിയുള്ളത് 4 ആണ്. ഓക്കെ, 9×7 63 അല്ലേ? 63, റിമൈൻഡർ എന്ത് വരും? 2 വരും. സോ 4 2 8 എന്ന ആൻസർ വരും. ക്ലിയർ അല്ലേ? 4 × 2 8, 8 ആണ് എന്തെന്ന് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡിലൂടെ ചെയ്യാം. കാര്യം ആ മെത്തേഡിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താന്ന് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. നമ്മൾ 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 3 എന്ന് വന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 7 × 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ റിമൈൻഡർ 3 എന്ന് വന്നു, ഇവിടെ റിമൈൻഡർ 1 എന്ന് വന്നു. സോ ആൻസർ 3 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് നെഗറ്റീവ് റിമൈൻഡറിന്റെ കൺസെപ്റ്റ് ആണ്. എന്താണ്? നെഗറ്റീവ് റിമൈൻഡറിന്റെ കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് റിമൈൻഡർ. ഓക്കെ, ഈ 7 × 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ നമുക്ക് വേറൊരു രീതിക്കും ചെയ്തുകൂടെ? അതായത് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെന്ന് അറിയാം. അടുത്ത മൾട്ടിപ്പിൾ നോക്കുക. അതായത് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7ന് താഴെയുള്ള മൾട്ടിപ്പിൾ 4 ആണ്. 7ന് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ 4 ആണ്. 7ന് മുകളിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 8 അല്ലേ? 7ന് മുകളിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ 8 ആണ്. മീൻസ് -1 എന്ന് എഴുതി കൂടെ? ഇതിനെ 8 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ മീൻസ് റിമൈൻഡറിനെ -1 എന്ന് എഴുതാമല്ലോ. ഇവിടെ 5ന് മുകളിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്താ? 8 അല്ലേ? 5ന് മുകളിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ 8 ആണ്. ദാറ്റ് മീൻസ് -3 എന്ന് എഴുതി കൂടെ? -1 × -3 എന്ത് വരും? 3 എന്ന് ആൻസർ വരും. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ് റിമൈൻഡർ. അതായത് നമുക്ക് മുകളിലുള്ള മൾട്ടിപ്പിൾ എടുത്തും എന്ത് ചെയ്യാം? റിമൈൻഡർ തിയറം കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് 48 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണ്. 12 × 4/5 എന്ന് എഴുതുക. മുകളിലുള്ള മൾട്ടിപ്പിൾ എടുക്കുക. അതായത് 10 താഴെയുള്ള മൾട്ടിപ്പിൾ ആണ്. 15 എടുക്കുക. 15 എന്ന് പറയുമ്പോൾ റിമൈൻഡർ -3 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇതിന് മുകളിലുള്ള മൾട്ടിപ്പിൾ എടുക്കുക. മുകളിലുള്ള മൾട്ടിപ്പിൾ എന്താണ്? 10 അല്ലേ? 10 എന്ന് പറയുമ്പോൾ -6 എന്ന് എടുത്തുകൂടെ? 4ന് മുകളിലുള്ള മൾട്ടിപ്പിൾ 10 ആണ്. 10 ആണെങ്കിൽ -6 റിമൈൻഡർ വരുമല്ലോ. -6 × -3 -18 +18നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്ത് വരും? 3 വരും. ക്ലിയർ ആണോ? ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് എന്നുള്ള അഡ്വാൻറ്റേജ് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനി നെഗറ്റീവ് റിമൈൻഡറിൽ തന്നെ നിങ്ങൾക്ക് രണ്ടും നെഗറ്റീവ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കേ. 7 × 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഞാൻ -1 എന്ന് എടുത്തു. -1 എന്തുകൊണ്ടാണ് എടുത്തത്? 8 മൾട്ടിപ്പിൾ ആണ്. സോ -1 എന്ന് എടുത്തു. ഇവിടെ ഞാൻ നെഗറ്റീവ് റിമൈൻഡർ എടുത്തില്ല, 1 എന്ന് എടുത്തു. ഓക്കെ, കാര്യം എന്താ? 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് ആൻസർ? 1 അല്ലേ? സോ ഒരിടത്ത് നെഗറ്റീവ് റിമൈൻഡർ, ഒരിടത്ത് പോസിറ്റീവ് റിമൈൻഡർ എടുത്തു. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. മൊത്തം നെഗറ്റീവ് റിമൈൻഡർ എടുക്കണോ? എടുക്കാം. മൊത്തം പോസിറ്റീവ് റിമൈൻഡർ എടുക്കണോ? എടുക്കാം. നെഗറ്റീവ് പോസിറ്റീവിന്റെ കോമ്പിനേഷൻ എടുക്കണോ? എങ്ങനെ വേണേലും എടുക്കണോ? എടുക്കാം. ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാൻ -1 എന്ന് എടുത്തു, ഇവിടെ +1 എന്ന് എടുത്തു. സോ ആൻസർ -1 എന്ന് വരത്തില്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ -1 എന്ന് വരത്തില്ലേ? നിങ്ങൾക്ക് എപ്പോഴാണോ ആൻസർ നെഗറ്റീവിൽ കിട്ടുന്നത്, ആൻസർ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് എഴുതുക. നിങ്ങളുടെ ഡിവൈസറുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് ആൻസർ എഴുതുക. സോ 4 - 1 ആൻസർ എന്ത് വരും? 3.
ക്ലിയർ ആണോ? 4 1 കുറച്ചാൽ എന്ത് ആൻസർ വരും? 3 വരും. അപ്പോൾ ഇതാണ് നെഗറ്റീവ് റിമൈൻഡർ കൺസെപ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, 12/4 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പോസിറ്റീവ് റിമൈൻഡർ എടുത്തു, കാര്യം 10 മൾട്ടിപ്പിൾ ആണെന്നറിയാം. ഇവിടെ ഞാൻ -നെഗറ്റീവ് കൊണ്ട് എടുത്തു, കാര്യം അടുത്ത മൾട്ടിപ്പിൾ 5 ആണ്. മറ്റടുത്ത് നമുക്ക് അടുത്ത മൾട്ടിപ്പിൾ 5 ആയിട്ട് എടുക്കാമായിരുന്നു കേട്ടോ. ഓക്കെ, -1 എന്ന് എടുത്തു, അല്ലെ -6 എന്ന് എടുക്കാം, ഒരു പ്രശ്നമില്ല. അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കിയാലും പ്രശ്നമില്ല. ഓക്കെ, സോ ഇവിടെ -1 എന്ന് എടുത്തു, ഇവിടെ 2 എന്ന് എടുത്തു. -2 എന്ന് ആൻസർ വന്നേ. -1 × 2 -2. -2 ആൻസർ വന്നാൽ എന്ത് ചെയ്യണം? അഥവാ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവിലാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം. സോ -2 5 കോംപ്ലിമെന്റ് ചെയ്താൽ ആൻസർ എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഫൈനൽ ആൻസർ ഒരിക്കലും തെറ്റില്ല. ഫൈനൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? എല്ലാ ക്വസ്റ്റ്യനിലും എങ്ങനെ എടുത്താലും ഫൈനൽ ആൻസർ സെയിം ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ കോമ്പിനേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കേ. 54 × 73 ഡിവൈഡഡ് ബൈ 54 × 73 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, സോ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് പറയാം 56 മൾട്ടിപ്പിൾ ആണല്ലോ, അതായത് 8 56. സോ മീൻസ് 56 മൾട്ടിപ്പിൾ ആണ്. സോ ഈ റിമൈൻഡറിനെ വേണേ എനിക്ക് -1 എന്ന് പറഞ്ഞൂടെ? -1 അല്ല, സോറി, -2 എന്ന് പറഞ്ഞൂടെ? കാര്യം 56 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, -2 എന്ന് പറയാം. അല്ലെ ഇതിനെ 1 എന്ന് പറഞ്ഞൂടെ? കാര്യം എന്താ? 72 അടുത്ത മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എപ്പോഴും അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ 72 എടുത്താൽ 73-ന് റിമൈൻഡർ എന്ത് വരും? 1 വരും. അതല്ല 78 വരികയാണ്, 79 വരികയാണ്, അന്നേരം നമുക്ക് 80 എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? -2 എന്ന് വരത്തില്ലേ? സോ നിങ്ങളുടെ ആൻസർ അഥവാ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതുക. 8 - 2 എന്ത് വരും? 6 എന്ന് വരും. കോംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് എഴുതുക എന്നുള്ളത്. അപ്പൊ 8 - 2 എന്ത് വരും? ആൻസർ. സോ ആൻസർ ഈസ് 6. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റിന് നമുക്ക് നെഗറ്റീവ് റിമൈൻഡറിന്റെ കൺസെപ്റ്റ് വെച്ചൊന്ന് ചെയ്യാം. 49 × 65 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9 നമുക്കറിയാം 45 മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണ് ഇവിടെ 4 എന്ന് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇവിടെ പോസിറ്റീവ് റിമൈൻഡർ എടുത്തു, ഇവിടെ എന്തെടുത്തു? പോസിറ്റീവ് റിമൈൻഡർ എടുത്തു. കാര്യം 63-നടുത്ത് മൾട്ടിപ്പിൾ വരുന്നു, അപ്പോൾ ഇവിടെ 8 തന്നെ എടുക്കുന്ന. ഇത് പോസിറ്റീവ് റിമൈൻഡർ എടുക്കുന്നതാണ്, രണ്ടും പോസിറ്റീവ് റിമൈൻഡർ എടുക്കുന്നതാണ് ബെറ്റർ. കാര്യം രണ്ടിന്റെ അടുത്ത മൾട്ടിപ്പിളുകൾ ഏതാണ്? പോസിറ്റീവ് റിമൈൻഡേഴ്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 1753. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഈ റിമൈൻഡറിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആൻസർ എന്ത് വരുന്നുണ്ടെന്നൊന്ന് നോക്കേ. പോസ് ചെയ്ത് ഇവിടെ വെച്ച് ഞാൻ സൊല്യൂഷൻ പറയുകയാണ്. ഓക്കെ, 1753 × 1749 × 83 × 171 ഡിവൈഡഡ് ബൈ 17. ഇതല്ലേ നമുക്ക് റിമൈൻഡർ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുമായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. 1753 17 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 17 1 × 17 വരും. ഇടയ്ക്ക് 5 പോകത്തില്ല, സോ 0 ഇടണം. 53 17 × 3 51 ആണ്. മീൻസ് 3 ടൈംസ് പോകും. റിമൈൻഡർ 2 എന്ന് വരുമല്ലോ. കാര്യം 1751 മൾട്ടിപ്പിൾ ആണ് 17-ന്റെ. 1751 17-ന്റെ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ റിമൈൻഡർ 2 എന്ന് വരുമല്ലോ. എക്സ്ട്രാ 2 അല്ലേ? 1753 എന്ന് പറയുമ്പോൾ 2 കൂടുതലാണ്. ഓക്കെ, ഇൻറ്റു 1751 അഥവാ 17-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ -2 എന്ന് എഴുതി കൂടെ? കാര്യം ഇത് കഴിഞ്ഞുള്ള മൾട്ടിപ്പിൾ ആണ് 1751. -2 എന്ന് എഴുതാം. ഓക്കെ, 83-ൽ നമുക്കറിയാം 85 17-ന്റെ മൾട്ടിപ്പിളാണ്. 17 × 5 എന്താ? 17 × 5 85 ആണ്. 85 17-ന്റെ മൾട്ടിപ്പിൾ ആണ്. മീൻസ് -2 എന്ന് എഴുതാമല്ലോ. -2 എന്ന് എഴുതാം. ഇൻറ്റു 170 17-ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കാര്യം 170 17 × 10 170. 170 17-ന്റെ മൾട്ടിപ്പിൾ ആണ്. മീൻസ് 1 എന്ന് എഴുതുന്നല്ലേ ഇവിടെ ബെറ്റർ. ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഈ 2 4 2 8 മൈനസ് കൂടെ ചേർന്ന് +8 എന്ന ആൻസർ വരും. +8 എന്ന് കിട്ടിയാൽ അത് തന്നെയാണ് ആൻസർ. അതാ നിങ്ങൾക്ക് ആൻസർ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് തന്നെയാണ് ആൻസർ. ആൻസർ നെഗറ്റീവ് എന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം. പറഞ്ഞ് ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ റിമൈൻഡർ തിയറം. നമ്മൾ ഇന്ന് പഠിച്ചത് നമ്പർ സിസ്റ്റത്തിനകത്ത് ഉള്ള ബേസിക് ആയിട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ഏതൊക്കെ? റിമൈൻഡർ തിയറം, അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി റൂൾ. പിന്നെ ബേസിക് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസും. ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യത നമ്പർ സിസ്റ്റത്തിന് ഏത് ടൈപ്പ് ബേസിക് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. കോമൺ ലോജിക്ക് വെച്ചിട്ടുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്? ഡിവിസിബിലിറ്റി റൂളും ഇമ്പോർട്ടൻ്റ് ആണ്, റിമൈൻഡർ തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.